വയനാട് പുനരധിവാസത്തിന് തടസ്സം നിൽക്കുന്നവരെ ജനങ്ങൾക്കറിയാമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേരളവും കേന്ദ്രവും ശത്രു രാജ്യങ്ങളല്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് മഴ കനക്കും. ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട്. ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്താലാണ് കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നത്. കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. പിരിച്ചുവിടലിനെതിരെ സർക്കാരിനെ സമീപിക്കാനൊരുങ്ങി സർവീസ് സംഘടനകൾ. മണ്ണുത്തി പറവട്ടാനിയിൽ ബൈക്ക് ബസ്സിനടിയിൽപ്പെട്ട് യുവാവ് മരിച്ചു. പാലക്കാട് സ്വദേശി വിനുവാണ് മരിച്ചത്. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. സിലിണ്ടറിന് 16 രൂപ 5 പൈസയാണ് കൂട്ടിയത്. തുടർച്ചയായ 5ാം മാസം ആണ് വില വർദ്ധിപ്പിക്കുന്നത്. വാർത്തകൾ വിശദമായി. വയനാട് പുനരധിവാസത്തിന് തടസ്സം നിൽക്കുന്നവരെ ജനങ്ങൾക്കറിയാമെന്ന് മന്ത്രി കെ രാജൻ. തൃശൂർ ടൗൺഹാളിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്രം എത്ര പണം തരുമെന്ന് അറിയിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ചൂരൽമലയ്ക്കായി 1 രൂപ പോലും തരാത്തവരാണ് കേന്ദ്രം. കണക്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കേന്ദ്രം രേഖാമൂലം അറിയിക്കണം. സംസ്ഥാന സർക്കാർ രേഖാമൂലം നൽകിയ കണക്കിൽ തെറ്റുള്ളതായി ഇതുവരെ ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. കേരളവും കേന്ദ്രവും ശത്രു രാജ്യങ്ങളല്ല. പെൻഷൻ അനർഹമായി കൈപ്പറ്റിയവരുടെ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടും. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ കേരളം കൊടുക്കേണ്ടിയിരുന്നത് അവിടെ ഉണ്ടായിരുന്ന നഷ്ടങ്ങളെ സംബന്ധിച്ച കണക്കാണ്. ആ കണക്ക് കൃത്യമായി കൊടുത്തു. ആഗസ്റ്റ് 14 ശേഷം നിശ്ചയിച്ചനുസരിച്ച് PDNA പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് അതും കേരള ഗവൺമെന്റ് കൊടുത്തു. കേരള ഗവൺമെന്റ് കൊടുത്ത കണക്കിൽ ഒരു തെറ്റുമുള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ കണക്കിലെ കളികളെക്കുറിച്ച് പറയുന്നതല്ലാതെ ഇന്നേ വരെ പരിശോധിച്ച മെമ്മോറാണ്ടത്തിൽ എത്രയാണ് തരാൻ കഴിയുക എന്നൊരു ആശയവിനിമയം നടത്തിയിട്ടില്ല. ഒരു ദുരന്തമുണ്ടായാൽ രാജ്യം, അതായത് കേന്ദ്രം, ഏത് സംസ്ഥാനമാണോ ആ സംസ്ഥാനത്തിനോട് പെരുമാറേണ്ടത് ഒരു ഗാർഡിയൻ ഏഞ്ചലിനെ പോലെയാണ്. ആ വിധത്തിൽ പെരുമാറാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണമെന്ന അഭ്യർത്ഥനയാണ്. അതിന് ആരാണ് തടസ്സം നിൽക്കുന്നത് എന്ന് കൃത്യമായി നാടിനറിയാം. ആ വിധത്തിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ വിധത്തിൽ കേരളത്തിൽ ഏതെങ്കിലും വിധത്തിലൊരു തർക്കമോ ഒരു പ്രയാസമോ ഉണ്ടാകേണ്ടതല്ല. കേരളം 3.5 കോടി മലയാളിയും ചൂരൽമലയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. വ്യത്യസ്ത വിധത്തിലുള്ള അഭിപ്രായ പ്രകടനത്തിലേക്ക് പോകാതെ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മനസ്സായി നിൽക്കണം. ഇതുവരെയും അങ്ങനെ കേരളം നിന്നിട്ടുണ്ട്. ആ നിലപാട് തന്നെ തുടരണം എന്നാണ് എല്ലാവരും. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വിശദമായ പരിശോധനയ്ക്ക് സംസ്ഥാന സർക്കാർ. തട്ടിപ്പ് സംബന്ധിച്ച് സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി പരിശോധന നടത്തും. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സൊസൈറ്റിയുടെ സേവനം ഉപയോഗിക്കാനാണ് തീരുമാനം. ഗുണഭോക്താക്കളുടെ ഓരോരുത്തരുടെയും വിവരങ്ങൾ പരിശോധിക്കും. സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ സ്പാർക്കിൽ നിന്നും ശേഖരിക്കും. വിശദമായ പരിശോധനയ്ക്ക് ശേഷം സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പേരുകൾ പ്രസിദ്ധീകരിക്കാനും ആലോചിക്കുന്നുണ്ട്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വകുപ്പ് തല നടപടികളിലേക്ക് കടക്കാനാണ് വകുപ്പുകളുടെ തീരുമാനം. സംസ്ഥാനത്ത് മഴ കനക്കും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. പുതുച്ചേരിയിൽ തീരം തൊട്ട ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്താലാണ് കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള തീരത്ത് ഇന്നു മുതൽ ബുധനാഴ്ച വരെ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടലിനെതിരെ സർക്കാരിനെ സമീപിക്കാനൊരുങ്ങി കലാമണ്ഡലം സർവീസ് സംഘടനകൾ. ജീവനക്കാർക്കിടയിൽ വലിയ ആശങ്കയാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല നോൺ പ്ലാൻ ഫണ്ടിന്റെ ലഭ്യത കുറവ് മൂലമാണ് താൽക്കാലിക ജീവനക്കാരുടെ സേവനം അവസാനിപ്പിക്കുന്നതെന്നാണ് രജിസ്ട്രാറുടെ ഉത്തരവിൽ അറിയിച്ചത്. ഇന്നു മുതൽ ഉത്തരവ് പ്രാബല്യത്തിലായി. 69 അധ്യാപകരടക്കം 125 താൽക്കാലിക ജീവനക്കാരെയാണ് കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടത്. അധ്യാപകരെ പിരിച്ചുവിട്ടതോടെ നാളെ മുതൽ കലാമണ്ഡലത്തിലെ അധ്യയനം മുടങ്ങുന്ന സാഹചര്യമാണ്. താൽക്കാലിക ജീവനക്കാരിൽ പലരും 10 വർഷത്തിലധികമായി ജോലി ചെയ്യുന്നവരാണ്. സ്ഥിര നിയമനം നടക്കാത്ത സാഹചര്യത്തിലാണ് വിവിധ വകുപ്പുകളിൽ അധ്യാപകരുൾപ്പെടെ താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചത്. മണ്ണുത്തി പറവട്ടാനിയിൽ ബൈക്ക് ബസ്സിനടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികൻ മരിച്ചു. പാലക്കാട് വണ്ടാഴി സ്വദേശി വള്ളിയോട് വീട്ടിൽ 32 വയസ്സുള്ള വിനുവാണ് മരിച്ചത്.
അപകടം നടന്നയുടൻ തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മറ്റൊരു വാഹനത്തിൽ തട്ടിയ ബൈക്ക് നിയന്ത്രണം വിട്ട് ബസിന്റെ അടിയിലേക്ക് വീഴുകയായിരുന്നു. മണ്ണുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പുതുക്കാട് സബ് ഇൻസ്പെക്ടറെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗ്രേഡ് SI കൊടകര വഴിയമ്പലം സ്വദേശി 53 വയസ്സുള്ള ജിനുമോൻ തച്ചേത്താണ് മരിച്ചത്. രാവിലെ വീട്ടുകാർ വിളിച്ചുണർത്താനെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡൽ ലഭിച്ചിട്ടുണ്ട്. കേച്ചേരി തണ്ടിലം സെന്ററിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ തലക്കോട്ടുകര സ്വദേശി പോക്കാക്കില്ലത്ത് വീട്ടിൽ ഇർഫാദിൻ ഭാര്യ ഷാജില, വേലൂർ കുറുമാൽ സ്വദേശികളായ താഴത്തുപുരയ്ക്കൽ വീട്ടിൽ ജിനീഷ്, ഭാര്യ സംഗീത എന്നിവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വീണ്ടും വർദ്ധിപ്പിച്ചു. 19 കിലോ LPG സിലിണ്ടറിന് 16 രൂപ 5 പൈസയാണ് കൂട്ടിയത്. 5 മാസത്തിനിടെ 170 രൂപയിലധികമാണ് വർദ്ധിച്ചത്. പുതിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. നവംബറിൽ എണ്ണ കമ്പനികൾ വാണിജ്യ സിലിണ്ടറിന് 62 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. പഴഞ്ഞിയിൽ വീട്ടിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയയാളെ കുന്നംകുളം എക്സൈസ് സംഘം പിടികൂടി. അയ്നൂർ സ്വദേശി പ്രവീണിനെയാണ് കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇയാളുടെ പക്കൽ നിന്ന് 21 ലിറ്റർ മദ്യം പിടികൂടി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ മോഹൻദാസ്, ശിവശങ്കരൻ, സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ അയ്യപ്പ വിശ്രമ കേന്ദ്രത്തിൽ അക്രമം, 2 പേർക്ക് പരിക്കേറ്റു. ശബരിമല തീർത്ഥാടകർക്കായി ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ നഗരസഭ ഒരുക്കിയ അയ്യപ്പ വിശ്രമ കേന്ദ്രത്തിൽ ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. അയ്യപ്പ വിശ്രമ കേന്ദ്രത്തിൽ സേവനം ചെയ്യുന്ന കൊടുങ്ങല്ലൂർ സ്വദേശി മധു, എടവലങ്ങ് സ്വദേശി ഗോപി എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് മേത്തല സ്വദേശി ശ്യാമിനെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കവിതയുടെ ഭാഷ മാനവികതയാണെന്നും മനുഷ്യത്വം ഇല്ലാതാകുമ്പോൾ കവിത മരിക്കുമെന്നും കവിയും എഴുത്തുകാരനുമായ KG ശങ്കരപ്പിള്ള അഭിപ്രായപ്പെട്ടു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച കാവ്യ പുസ്തകമല്ലോ ജീവിതം എന്ന സാഹിത്യാധിഷ്ഠിത സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രത്യാശയാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കവിതയുടെ സൃഷ്ടിക്കു പിന്നിലും അതേ പ്രത്യാശയാണ്. ജൈവ സംസ്കാരത്തിന്റെ മൂല്യങ്ങളിലേക്ക് മനുഷ്യൻ മടങ്ങി വരുമെന്ന പ്രത്യാശയാണ് ആധുനിക കവിതയുടെ അന്തസത്ത. അത് മലയാളത്തിന് ആവോളമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ ഡോക്ടർ PV കൃഷ്ണൻ നായർ, K രഘുനാഥൻ, K ഉണ്ണികൃഷ്ണൻ, PRK ചേനം എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി മാറാത്തുകുന്നത്ത് കഴുത്തിൽ കുരുക്കിട്ട് കിണറ്റിൽ ചാടി വയോധികൻ മരിച്ചു. മാറാത്തുകുന്ന് ഉന്നതിയിലെ തൊട്ടേക്കാട് വീട്ടിൽ 73 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. ഭാര്യ മരിച്ചതിനെ തുടർന്ന് ഒറ്റയ്ക്കായിരുന്നു താമസം. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം കക്കാട് പള്ളി പെരുന്നാളിനെത്തിയ യുവാക്കളെ ആക്രമിച്ച സംഭവത്തിൽ 3 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പോർക്കുളം സ്വദേശികളായ ആദർശ്, അഭിനവ്, അഭിജിത്ത് എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. നവംബർ 9-നായിരുന്നു സംഭവം. കാണിപ്പയ്യൂർ സ്വദേശികളായ സൗരവ്, അരുൺ, അക്ഷയ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇരുകൂട്ടരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ഇതേ തുടർന്ന് പ്രതികൾ ഇവരെ ഗുരുതരമായി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. കേസിൽ 2 പേരെ കൂടി പിടികൂടാനുണ്ട്. കുന്നംകുളത്ത് നടക്കുന്ന തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പ്രവർത്തകനും സിനിമാ താരവുമായ VK ശ്രീരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ്, കുന്നംകുളം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രേമൻ, നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ്, സ്കൂൾ വൈസ് പ്രസിഡന്റ് സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ലോക എയ്ഡ്സ് ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ ടൗൺ ഹാളിൽ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു.
2025 കേരളത്തിൽ HIV അണുബാധിതരായ ആരും ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തിനായി 1-0 എന്ന പേരിലുള്ള ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് മന്ത്രി പറഞ്ഞു. സമ്മേളനത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ R ശ്രീലത, തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ, ജില്ലാ എയ്ഡ്സ് നിയന്ത്രണ ഓഫീസർ ഡോക്ടർ അജയ് രാജൻ, സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ G അഞ്ജന എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥി കോർണറിൽ നിന്നും ആരംഭിച്ച ബോധവൽക്കരണ റാലി തൃശൂർ മേഖലാ DIG തോംസൺ ജോസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സൗജന്യ പരിശോധനയും കൗൺസിലിംഗും നടത്തുന്ന 793 ജ്യോതിസ് കേന്ദ്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. പരിശോധനയ്ക്ക് ശേഷം ചികിത്സ ആവശ്യം വന്നാൽ ആ കാര്യത്തിന് തുടർച്ച HIV അണുബാധ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റേണ്ടത് മാനവരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഞാൻ. കുന്നുകുളം തുറക്കുളം റോഡിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുത്തിക്കാട് പ്രവർത്തിച്ചിരുന്ന അനധികൃത ഭക്ഷണ വിൽപ്പന കേന്ദ്രം നഗരസഭാ അധികൃതർ പൊളിച്ചു നീക്കി. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ A രഞ്ജിത്ത്, കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ബിജു, നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ S രശ്മി, PP വിഷ്ണു, ശുചീകരണ വിഭാഗം ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി. മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് തൃശൂരിലെ പ്രതിനിധി സംഘം. റോമിൽ ശിവഗിരി മഠം സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൽ വെച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ തൃശൂരിൽ നിന്നുള്ള പ്രതിനിധി സംഘം ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത്. ക്ഷണം സന്തോഷത്തോടെ സ്വീകരിച്ച മാർപ്പാപ്പ അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കുമെന്ന് പറഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLA, ഫാദർ ഡേവിസ് ചെർമൽ, അഡ്വക്കേറ്റ് ഷാജി കോടങ്ങണ്ടത്ത്, രവി ജോസ് താണിക്കൽ, മണപ്പുറം നന്ദകുമാർ, ഗോപു നന്ദിലത്ത്, ഡോക്ടർ രവി, കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ തുടങ്ങിയവർ പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്നു. ചാവക്കാട് SDPI വഖഫ് സംരക്ഷണ സമിതി ബഹുജന റാലിയും പൊതുസമ്മേളനവും നടത്തി. മണത്തല പള്ളി പരിസരത്തു നിന്ന് ആരംഭിച്ച ബഹുജന റാലി കൂട്ടുങ്ങൽ ചത്തുരത്തിൽ സമാപിച്ചു. പൊതുസമ്മേളനം SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. സംരക്ഷണ സമിതി മണ്ഡലം ജനറൽ കൺവീനർ സിദ്ദിഖുൽ അക്ബർ അധ്യക്ഷത വഹിച്ചു. ജലീൽ സഖാഫി, യഹിയ മന്ദലാംകുന്ന്, സക്കീർ ഹുസൈൻ ഹാഷിമി വടക്കേക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിന്റെ 2025 പൂര ചടങ്ങുകളുടെ ഉദ്ഘാടനവും ബ്രോഷർ പ്രകാശനവും ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗാനരചയിതാവ് RK ദാമോദരൻ, റിട്ടയർഡ് ജോയിന്റ് ചീഫ് കൺട്രോളർ ഡോക്ടർ R വേണുഗോപാലിന് ആദ്യ കോപ്പി നൽകി ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ V സുരേഷ് കുമാർ, ഡോക്ടർ PS മോഹൻദാസ്, P വേണുഗോപാൽ, വാസുദേവൻ കയറാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം കുന്നംകുളത്ത് നടന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ ജനങ്ങൾ നല്ലതുപോലെ ചർച്ച ചെയ്യണമെന്നും ജനാധിപത്യ മതേതരത്വ സങ്കല്പങ്ങളും തുല്യതാ സങ്കല്പങ്ങളും തകർക്കപ്പെടുന്നുവെന്നും MP പറഞ്ഞു. ഫെബ്രുവരി 9, 10, 11 തീയതികളിലാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. 1001 അംഗ സംഘാടക സമിതിയും 251 സംഘാടക സമിതിയും നിർവാഹക സമിതിയും രൂപീകരിച്ചു. രക്ഷാധികാരിയായി കലാമണ്ഡലം ഗോപി അശാനെ തെരഞ്ഞെടുത്തു. ചെയർമാൻ AC മൊയ്തീൻ MLA, കൺവീനർ TK വാസു, ട്രഷറർ MN സത്യൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയും രൂപീകരിച്ചു. മലപ്പുറത്തെ ക്രിമിനൽ വൽക്കരിക്കുക എന്ന സംഘപരിവാർ വംശീയ അജണ്ടയുടെ നടത്തിപ്പുകാരായ CPM മാറിയെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആരോപിച്ചു. വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു റസാഖ് പാലേരി. ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് പതാക ഉയർത്തി. ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ സജിദ് ഖാലിദ്, സംസ്ഥാന സെക്രട്ടറി പ്രേമ G പിഷാരടി, സംസ്ഥാന സമിതി അംഗം ബിനു വയനാട്, ജില്ലാ ജനറൽ സെക്രട്ടറി സഫീർ ഷാ തുടങ്ങിയവർ പങ്കെടുത്തു.
നിങ്ങൾക്ക് കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. മലപ്പുറം ജില്ലയിലെ ഈ സമ്മേളനത്തിൽ നമ്മൾ പങ്കാളിയാകുമ്പോൾ വല്ലാത്ത ദേഷ്യത്തോട്. കാലിക്കറ്റ് സർവകലാശാല ഇക്കണോമിക്സിൽ 1ാം റാങ്ക് നേടി നന്ദിനി പ്രസാദിനെ അത്താണി പൗരാവലിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മിണാലൂർ ദേവസ്വം മഠത്തിൽ പ്രസാദ് പൈ ഗംഗാപ്രസാദ് ദമ്പതികളുടെ മകളാണ്. നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ നന്ദിനിയെ പൊന്നാടണിയിച്ചു. മിണാലൂർ കൗൺസിലർ കെ.എം. ഉദയബാലൻ, സി.എ. ജെയിംസ്, സി.എച്ച്. ഹരീഷ്, പി.ജെ. ബെന്നി, സി.കെ. ഹരിദാസ്, ജോൺസൺ മേപ്പുള്ളി എന്നിവർ പങ്കെടുത്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 40ാമത് തൃശൂർ ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് നടന്നു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് എ.സി. ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ ഫോട്ടോഗ്രാഫി മ്യൂസിയം സ്ഥാപിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പ്രസിഡന്റായി അനിൽ തുമ്പയിൽ, സെക്രട്ടറിയായി ലിജോ പി ജോസഫ്, വൈസ് പ്രസിഡന്റുമാരായി പി.എൻ. സുനിൽ, ഷാജി ലെൻസ്മാൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ബി.ജെ.പി. പാർലിക്കാട് ബൂത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി അംഗം ബാബു വാര്യർ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് എം.എ. അജിത്, ഡിവിഷൻ കൺവീനർ സുകേഷ്, ജില്ലാ വിശ്വ ഹിന്ദു പരിഷത്ത് അംഗം ഉണ്ണികൃഷ്ണ വാര്യർ, ഒ.ബി.സി. മോർച്ച മണ്ഡലം അംഗം ടി.എൻ. ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പേരാമ്പ്രയിൽ കനാലിന്റെ റോഡിനോട് ചേർന്ന കരിങ്കൽക്കെട്ട് ഇടിഞ്ഞത് അപകട ഭീഷണിയാകുന്നു. കരിങ്കൽക്കെട്ട് ഇടിഞ്ഞിട്ട് 1 വർഷത്തോളമായെങ്കിലും പുനർനിർമ്മിക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ല. പേരാമ്പ്ര ചെറുകുന്ന് റോഡിലുള്ള ബ്രാഞ്ച് കനാലിന്റെ കരിങ്കൽക്കെട്ടാണ് മാസങ്ങൾക്ക് മുൻപ് തകർന്നത്. കനാലിന് മുകളിൽ കൂടി റോഡ് കടന്നുപോകുന്നതിനാൽ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഭൂഗർഭ ടണലിലൂടെയാണ് കനാൽ വെള്ളം റോഡിനപ്പുറത്തെത്തിക്കുന്നത്. ഇതിനായി റോഡിന്റെ ഇരുവശത്തും 6 അടിയോളം താഴ്ചയിൽ കുഴികൾ നിർമ്മിച്ചിട്ടുണ്ട്. കുഴികളിലേക്ക് യാത്രക്കാർ വീഴാതിരിക്കാനായി നിർമ്മിച്ചിട്ടുള്ള സുരക്ഷാ ഭിത്തിയുടെ കരിങ്കൽക്കെട്ടാണ് മാസങ്ങളായി തകർന്നു കിടക്കുന്നത്. സ്കൂൾ ബസ്സുകളടക്കമുള്ള വാഹനങ്ങളും കാൽനടക്കാരും കടന്നുപോകുന്ന റോഡരികിലെ കരിങ്കൽ ഭിത്തി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയെങ്കിലും ഫണ്ടില്ലെന്നു പറഞ്ഞ് ഇറിഗേഷൻ അധികൃതർ കൈമലർത്തുകയാണെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ പുഷ്പാകരൻ തോട്ടുംപുറം പറഞ്ഞു. പൊളിഞ്ഞിട്ടൊരു 6-7 മാസം കഴിഞ്ഞു. നമ്മൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകി. നാളിതുവരെ നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അത് യാതൊരു കാരണവശാലും ഇപ്പോൾ പുതുക്കി പണിയുന്നതിന് സർക്കാരിൽ ഫണ്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ഈ പാലം ഇങ്ങനെ കിടന്നാൽ നിരവധിയായ വാഹനങ്ങൾ, അത് ബസ് അടക്കം നമ്മുടെ സരസ്വതി വിദ്യാനികേതനിലെ സ്കൂൾ ട്രിപ്പ് ബസ്സുകൾ നിരവധിയാണ് ഇതിലെ പോകുന്നത്. ആ വാഹനങ്ങൾ പോകുമ്പോൾ ഒരാൾക്ക് പോലും ഈ കനാൽ പാലത്തിന്റെ അടുത്തുകൂടി നടന്നു പോകുന്നതിനുള്ള വീതിയില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ പാലം പുനർനിർമ്മിക്കണം എന്നാണ് നമ്മുടെ ആവശ്യം. റോഡിന് വീതി കൂട്ടുന്ന തരത്തിൽ കരിങ്കൽ ഭിത്തി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കൊടകര. കൈപ്പറമ്പ് പഞ്ചായത്ത് കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ഉഷ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.എം. ലെനിൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത ഉമേഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി CM ജോസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KB ദീപക്, മെമ്പർമാരായ സുഷിത ബാനിഷ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വീഡൻ പാർലമെന്റിന് മുമ്പിൽ ഒറ്റയാൾ സമരം നടത്തിയ ഗ്രേറ്റ് ഡാൻബർഗിനെ പോലെ നമ്മുടെ പ്രകൃതിയെ വീണ്ടെടുക്കാൻ നമുക്കും പോരാടാം. നമ്മുടെ കേരളത്തെ ഒന്നിച്ചെന്നാൽ നമുക്ക് കഴിയാത്തതായി എന്തുണ്ട്? മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒന്നിച്ചു പോരാടാം. ഒരാൾ ശ്രമിച്ചാൽ. ആവണി മീഡിയാസിന്റെ ബാനറിൽ വിപിൻ കാരക്കാട് നിർമ്മിക്കുന്ന ഹ്രസ്വ സിനിമയുടെ ചിത്രീകരണം വെള്ളിക്കുളങ്ങരയിൽ ആരംഭിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി സ്വിച്ച് ഓൺ നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ചിത്ര സുരാജ്, വെള്ളിക്കുളങ്ങര വായനശാല സെക്രട്ടറി EH സഹീർ, സുധീർ വെള്ളിക്കുളങ്ങര എന്നിവർ സംസാരിച്ചു. ജാതി സെൻസസ് ആവശ്യമോ എന്ന വിഷയത്തിൽ കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ചർച്ചാവേദി പൊതുസംവാദം സംഘടിപ്പിച്ചു. ജാതി സെൻസസ് അനിവാര്യമെന്ന് ദളിത് കോൺഗ്രസ് CPI പ്രതിനിധികൾ സംവാദത്തിൽ നിലപാടെടുത്തു. ചിന്തകനും എഴുത്തുകാരനുമായ K. സന്തോഷ് കുമാർ വിഷയാവതരണം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS ജയ, BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് KS സുധീർ ബേബി എന്നിവർ പ്രഭാഷണം നടത്തി. കോഴിക്കോട് സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ CC ബാബു മോഡറേറ്ററായി.
എളവള്ളി സെന്റ് ആന്റണീസ് പള്ളിയിലെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി KLM എളവള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അമല ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് നടത്തി. പാവറട്ടി സബ് ഇൻസ്പെക്ടർ D. വൈശാഖ് രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. KLM യൂണിറ്റ് പ്രസിഡന്റ് KM ആന്റോ അധ്യക്ഷത വഹിച്ചു. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ, പഞ്ചായത്ത് മെമ്പർ സീമ ഷാജു, ജൂബിലി കൺവീനർ AP തോമസ്, A. ഔസേഫ്, PI ഷാജു, ഡോക്ടർ നിമ എന്നിവർ സംസാരിച്ചു. അതുപോലെ തന്നെ അമല ഹോസ്പിറ്റലിനും പ്രത്യേകം നന്ദി പറയുകയാണ്. ഇനിയും നല്ല പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ യുവാക്കൾ രക്തം ദാനം ചെയ്തുകൊണ്ട് നല്ല മാതൃക കാണിച്ചുകൊണ്ട്. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിൽ രക്ഷാകർതൃ ദിനാഘോഷം നടന്നു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് ചക്രമാക്കിൽ, മാനേജിംഗ് പ്രതിനിധി ഫാദർ ജോസ് കൊടിയൻ, പ്രധാനാധ്യാപകൻ ജെന്നി വർഗീസ്, PTA പ്രസിഡന്റ് സുനിൽ P, MPTA പ്രസിഡന്റ് സജന, ഡിനി ജോജു എന്നിവർ സന്നിഹിതരായി. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KP ബാബു അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് തങ്കച്ചൻ എബ്രഹാം, ജില്ലാ സെക്രട്ടറി ബിജു മേപ്പുള്ളി, ജില്ലാ ട്രഷറർ അനീഷ്, സംസ്ഥാന സെക്രട്ടറി ജിജോ ജോസ്, സ്വാഗത സംഘം ചെയർമാൻ ഷഫീർ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. മങ്ങാട്ടുകാവ് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് താളത്തിന്റെയും ഒടുക്കുപാട്ടിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് വിളക്ക് പന്തലിലെത്തിച്ചേർന്നു. തുടർന്ന് വിളക്കുപാട്ട്, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് തുടങ്ങി വിവിധ ചടങ്ങുകൾ നടന്നു. സമിതി രക്ഷാധികാരി PK സുരേഷ്, പ്രസിഡന്റ് PV സുബ്രഹ്മണ്യൻ, സെക്രട്ടറി PK മനോജ്, ട്രഷറർ KS സുനിൽകുമാർ എന്നിവർ വിളക്കാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. മറ്റത്തൂർ പഞ്ചായത്ത് കൊടുങ്ങയിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലാകായികമേള പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VS നിജിൽ, ഷൈബി സജി, സനല ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ KR ഔസേഫ്, KS സൂരജ്, NP അഭിലാഷ്, ചിത്ര സുരാജ്, S ബിജിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക സംഘടനയായ കോടാലി ഫാസ് പാഡി സംഘടിപ്പിച്ച M. വിജയലക്ഷ്മി സ്മാരക ചിത്രരചനാ മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചിത്രകാരി ഡോക്ടർ കവിത ബാലകൃഷ്ണൻ സമ്മാനദാനം നിർവഹിച്ചു. ഫാസ് പ്രസിഡന്റ് TK ലാലൻ അധ്യക്ഷത വഹിച്ചു. VK കാസിം, PG ശിവൻകുട്ടി, T. ബാലകൃഷ്ണ മേനോൻ, സുനിൽ സബരിയ തുടങ്ങിയവർ സംസാരിച്ചു. വേലുപ്പാടം ഭഗവതി ക്ഷേത്രത്തിലെ പൂര മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ചെണ്ടമേളം, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ 3 ഗജവീരന്മാർ അണിനിരന്ന കാഴ്ച ശീവേലി നടന്നു. ഉച്ചപൂജയ്ക്ക് ശേഷം എഴുന്നള്ളിപ്പും തുടർന്ന് കാഴ്ച ശീവേലിയും നടന്നു. വൈകിട്ട് താളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തിങ്കളാഴ്ച പുലർച്ചെ നടക്കുന്ന ശീവേലിയോടെ പൂരത്തിന് സമാപനമാകും. ക്ഷേത്രം ഭാരവാഹികളായ രജനീഷ് എള്ളുംപറമ്പിൽ, മണി പാലക്കാട്, ദിലീപ് കല്ലംകുന്നൻ എന്നിവർ നേതൃത്വം നൽകി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3193 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും.
വയനാട് പുനരധിവാസത്തിന് തടസ്സം നിൽക്കുന്നവരെ ജനങ്ങൾക്കറിയാമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേരളവും കേന്ദ്രവും ശത്രു രാജ്യങ്ങളല്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് മഴ കനക്കും. ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട്. ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിലാണ് കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നത്. കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. പിരിച്ചുവിടലിനെതിരെ സർക്കാരിനെ സമീപിക്കാനൊരുങ്ങി സർവീസ് സംഘടനകൾ. മണ്ണുത്തി പറവട്ടാനിയിൽ ബൈക്ക് ബസ്സിനടിയിൽപ്പെട്ട യുവാവ് മരിച്ചു. പാലക്കാട് സ്വദേശി വിനുവാണ് മരിച്ചത്. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. സിലിണ്ടറിന് 16 രൂപ 5 പൈസയാണ് കൂട്ടിയത്. തുടർച്ചയായ 5ാം മാസമാണ് വില വർദ്ധിപ്പിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.